ലാറ്റിൻ അമേരിക്ക ഫുട്ബോളിൻ്റെ സ്വർഗ്ഗഭൂമിയാണ്. തുകൽപന്തിൻ കാൽപ്പനിക വിപ്ലവ ഗീതങ്ങൾ പഴകിയ തെരുവോരങ്ങളിൽ തുടങ്ങി രാജകീയമായ വേദിയിൽ മനോഹരമായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സുന്ദര പറുദീസ. പട്ടിണിയും പരിവട്ടം കൊണ്ട് പൊരുതിമുട്ടുമ്പോഴും കാൽപന്തിനെ നെഞ്ചോട് ചേർത്ത ഒരു പറ്റം ജനത. അവരുടെ രക്തധമനികളിൽ പോലും ഒഴുകുന്നത് ഒറ്റ വികാരമാണ്: കാൽപന്തിനോടുള്ള അടങ്ങാത്ത പ്രണയം. അവിടെ ആകാശനീലമേൽ തൂവളം നിറത്തിൽ പീലി വിടർത്തി വാനോളം വിടർന്നു നിൽക്കുന്ന സമന്വയിത വസന്തമായ അർജന്റീന എന്ന പ്രസൂനം ദൃഷ്ടിപഥങ്ങളെ കവർന്നെടുത്ത് ഇരുട്ട് കീറുന്ന പ്രകാശവക്രതയായി തലയുയർത്തി തന്നെ നിൽപ്പുണ്ട്. അതെ, ലോകമെമ്പാടും ആരാധക പ്രവാഹത്താൽ പ്രകമ്പനം സൃഷ്ടിച്ച ആൽബിസെലസ്റ്റിൻ ആരാധകരുടെ സ്വന്തം അർജന്റീന. ഒഴുകിത്തീരാത്ത അരുവിപ്പോൽ ഹൃദയങ്ങളിൽ ഓളം തീർക്കുന്ന അനന്തമായ കവിത പോൽ മനോഹരമാണ് അർജന്റീന. ആദ്യാക്ഷരം മുതൽ പെയ്തൊഴിയാത്ത മഴത്തുള്ളികൾ ഉള്ളിലെവിടെയോ വർണ്ണനകളുടെ നദിയായി ഒഴുകുന്നുണ്ടായിരുന്നു. ചിന്തകളുടെ ലോകം മനസ്സിൽ കൊണ്ടുവന്ന തീക്ഷ്ണനോമ്പരത്തിൽ ഞാൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. നോവുകളും കനൽപഥങ്ങളും കടന്ന് ഇടയ്ക്കെവിടെയോ നർമ്മം പകർന്ന് ചരിത്രത്താളുകൾ തീർത്ത ഇളം തെന്നൽ തൻ്റെ മുഖം തഴുകിത്തലോടിയ നിമിഷം ഞാൻ അറിയാതെ വികാരഭരിതനായി. അതെ, അർജന്റീനയെക്കുറിച്ച് ഓരോ തവണ എഴുതുമ്പോഴും ഉള്ളിൽ വാക്കുകളുടെ തിരമാലകൾ ആർത്തലക്കുന്നതായി കേൾക്കാം. അതെന്നെ ദിവ്യപ്രവാഹത്തിന് കീഴ്പ്പെടുത്തുന്ന പോലെ അനുഭവപ്പെടാറുണ്ട്. ലോക ചരിത്ര ഏടുകളിൽ ആവേശവും ആനന്ദവുമായിരുന്നു അർജന്റീന. എന്നാൽ ചരിത്രത്താളുകളിൽ ഇതിഹാസകാവ്യം തീർത്തവർ നിമിഷാർദ്ധത്തിൽ തകർന്നണിഞ്ഞപ്പോൾ പലരുടെയും വിമർശന പാത്രമായി അവർ മാറിക്കഴിഞ്ഞിരുന്നു. സാക്ഷാൽ പെപ് ഗാർഡിയോള വന്നാൽ പോലും അർജന്റീന രക്ഷപ്പെടില്ല. ഇതായിരുന്നു ഒരു കാലത്ത് മറ്റ് ഫാൻസ്കാരുടെ നാവിലെന്ന് കേട്ടുകൊണ്ടിരുന്നത്. അതായത് അർജന്റീനയെ പ്രണയിക്കുക എന്നാൽ അറുക്കാൻ കഴുത്ത് നീട്ടിക്കൊടുക്കുക എന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു ആൽബിസെലസ്റ്റുകൾക്ക്. എന്നാൽ ഇന്ന് ആ കാലത്തിന് കൂടി അനുഭവിച്ചതെല്ലാം ടീം തിരികെ നൽകുന്നു. ട്രോഫി അകന്നു നിന്ന 36 വർഷം. ഓരോ അർജന്റീന ആരാധകരും നെഞ്ചിൽ തീയൊഴിച്ച് ടിവിക്ക് മുമ്പിലിരുന്ന കാലം. മറഡോണയും സബല്ലയും പിയൽസയും പെക്കർമാനും മാർട്ടിനുമൊക്കെ അരങ്ങുവാണ്ടിരുന്ന കാലം. എവിടേക്കോ നിർഭാഗ്യത്തിന് ചുമലിൽ തട്ടി ട്രോഫികൾ തട്ടിത്തെറിച്ച കാലം. അവിടേക്കാണ് സാക്ഷാൽ ലിയണൽ സ്കലോണി കടന്നു വരുന്നത്. മറഡോണയ്ക്ക് കഴിയാത്തത് സ്കലോണിക്ക് കഴിയുമോ? എവിടേക്കോ വിമർശനത്തിൻ്റെ തീച്ചൂളയിൽ ആരാധകർ പൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലം. തൊട്ടതെല്ലാം അയാൾ പൊന്നാക്കി മാറ്റി 36 കളികളിൽ തോൽവിയേറാതെ അയാൾ തൻ്റെ ജൈത്രയാത്ര തുറന്നു. അതിൽ ആദ്യത്തെ കോപ്പയിൽ മുത്തമിടുന്നു. ഇല്ല, തീർന്നില്ല. ജൈത്രയാത്ര തുറന്നുകൊണ്ടേയിരിക്കുന്നു. സ്വന്തം ടീമിന് വേണ്ടി കളിക്കാത്തവൻ, ഒരു വേൾഡ് കപ്പ് നേടിക്കൊടുക്കാനാകാത്തവൻ. വിമർശനങ്ങളുടെ നടുവിൽ ഞങ്ങളുടെ ആരാധനപാത്രം ലിയണൽ മെസ്സിയും. ഒടുവിൽ വേൾഡ് കപ്പ് മത്സരത്തിലെ ആദ്യ തോൽവി, അതും ദുർബലരായ സൗദിയോട്. തീർന്നു. സകലരും എഴുതിത്തള്ളി. അപ്പോഴും ചെറിയൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ആരാധകർ. തീർന്നിട്ടില്ല, ഇനിയുമുണ്ടല്ലോ അംഗം. പിന്നെ കണ്ടത് ഭാഗ്യമുനയാൽ തീർത്ത അത്ഭുതങ്ങളുടെ മാസ്മരികതയാണ്. പല വമ്പന്മാരും അയാൾക്ക് മുന്നിൽ വീണ് പുടഞ്ഞിരുന്നു. അപ്പോഴേക്കും ലോകം മുഴുവൻ ആശാനെന്ന് അയാളെ വിളിച്ചു തുടങ്ങി. അതെ, അത് അയാളായിരുന്നു. കൂട്ടത്തിലൊന്നിൻ്റെ മേൽ എതിരാളികളുടെ കാൽ പതിക്കുമ്പോൾ, കൈകൾ നീളുമ്പോൾ, വാക്ഷ്യങ്ങൾ പെയ്യുമ്പോൾ നിർത്താതെ വാശി പിടിക്കുന്ന കുട്ടിയെപ്പോൾ അയാൾ കയർത്തിരിക്കും, തൻ്റെ പിള്ളാരെ തൊടുന്നട എന്ന മുഖഭാവത്തിൽ. ഞങ്ങളുടെ ആശാൻ അങ്ങനെയാണ്, ഞങ്ങളെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ലവ് യു ആശാൻ. നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം കെട്ടവർ ഞങ്ങളാകുമായിരുന്നു. നന്ദി ആശാനെ, ഞങ്ങളെ ഇത്രമേൽ ആനന്ദിപ്പിക്കുന്നതിന്, നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു നൽകിയതിന്. സ്പോർട്സ് ഡെസ്ക് ഫുഡ് ആൻഡ് ടൈം.